പലപ്പോഴും സമൂഹം, വ്യക്തി അഹിംസാവാദമൊക്കെ കൊണ്ടുവരിക തങ്ങൾക്ക് അടി കിട്ടുമ്പോഴാണ്. അതൊരു പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് യുദ്ധമല്ലാതെ മറ്റൊന്നവർക്ക് കർത്തവ്യമില്ല. വ്യക്തമായി അറിയുന്നതാണ് അർജുനൻ. സൈന്യ സന്നാഹമേറ്റവും ചെയ്തത് അർജുനനാണ്. ആ അർജുനനാണ് മമത്വത്തിൽപ്പെട്ട് ഇവരൊക്കെ എൻ്റേതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ, അഹം ഏതേഷാം ഏതേ മമ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്നത് പോലെയുള്ള മമത്വ സംഘത്തിൽ, മമത്വ ബന്ധത്തിൽപ്പെട്ടത്. ആ സമയത്ത് കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അവിടെ യുദ്ധം എന്നുള്ളത് തത്കാലത്ത് തദ്ദേശത്ത് അർജുനനെ സംബന്ധിച്ച് കർത്തവ്യമായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത് കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ആ പിന്തിരിയലിനെ ന്യായീകരിക്കാനും ഉദാത്തമായി വ്യാഖ്യാനിക്കാനും അർജുനൻ പെടാപ്പാടുപെടുന്നുണ്ട്. ആരുടെ മുമ്പിൽ? സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മളൊരു പ്രശ്നസ്ഥിതിയിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മളൊരു പ്രാവശ്യം അതിനെ ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് മറ്റാരെയോ ബോധിപ്പിക്കാനാണെന്ന്. പക്ഷെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നാം നമ്മെയാണ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. നമുക്കറിയാൻ തെറ്റാതെ, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ലോകവ്യവഹാരത്തിൽ. നമ്മൾ എന്തെങ്കിലും ഒന്നിനെ ന്യായീകരിച്ച് ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഒന്നിലധികം പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്കറിയാൻ തെറ്റാണെന്ന്. മറ്റൊരാളെ ബോധിപ്പിക്കാനും ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. അർജുനൻ ഇവിടെ പറഞ്ഞത് തന്നെ പറഞ്ഞ് തൻ്റെ പിൻവാങ്ങലിനെ ന്യായീകരിച്ച് യുദ്ധം ചെയ്യുന്നത് പാപമാണെന്നൊക്കെ പറഞ്ഞ് സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ വ്യാഖ്യാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത് 1-ാം അധ്യായത്തിൽ. അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം എന്ന് വരെ പറഞ്ഞു. അവിടെ വയം എന്നുള്ള ശബ്ദം വളരെ മുഴച്ചു നിൽക്കുന്നതാണ്. കാരണം നമ്മൾ എന്നാണ്. ഞങ്ങൾ എന്നും അർത്ഥമുണ്ട്, നമ്മൾ എന്നും അർത്ഥമുണ്ട് വയത്തിന്. അപ്പോൾ അഹോബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം എന്നുള്ളതിന് നമ്മൾ എന്നർത്ഥം എടുത്താൽ ഭഗവാൻ അടക്കം പാപകർമ്മം ചെയ്യാൻ പുറപ്പെട്ടു എന്നാണ് അർജുനൻ പറയുന്നത്. ഇത് ക്ഷാത്രബുദ്ധിയുടെ വൈകല്യമാണ്. വികലമായ മനസ്സോടെ, ബുദ്ധിയോടെ ഏത് നിഗമനത്തിലെത്തിയാലും ആ നിഗമനം തെറ്റും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ നിഗമനവും തെറ്റുന്നു. അർജുനൻ്റെ നിശ്ചയം തെറ്റുന്നു, അർജുനൻ്റെ പ്രതിജ്ഞ തെറ്റുന്നു. യതിമാമ പ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. ഇതാണ് അർജുനൻ്റെ നിഗമനം. ഞാൻ ആയുധം എടുക്കില്ല, ഒരിക്കലും ആയുധം എടുക്കില്ല. പ്രതികാരബുദ്ധി ഇല്ല എനിക്ക്. അങ്ങനെ പ്രതികാരബുദ്ധി ഇല്ലാത്തവനും ആയുധമെടുക്കാത്തവനുമായ എന്നെ ധാർത്തരാഷ്ട്രന്മാർ കയ്യിൽ ശസ്ത്രമേന്തിക്കൊണ്ട്, അസ്ത്രമല്ല ശസ്ത്രമേന്തിക്കൊണ്ട് അടുത്ത് വന്നെന്നർത്ഥം, കൊന്നുകൊള്ളട്ടെ, അതെനിക്ക് ക്ഷേമകരമായിരിക്കും. അങ്ങനെ അമ്പും വില്ലും ഉപേക്ഷിച്ചു, തൻ്റെ കർമ്മോപാധികളെ ഉപേക്ഷിച്ചു. ഇവിടെ സമചിത്തതയോടെ, വിചാരത്തിൻ്റെ പിൻബലത്തോടെ, പുഞ്ചിരിച്ചുകൊണ്ട് അർജുനൻ തൻ്റെ കർമ്മോപാധികളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഭഗവാൻ തീർച്ചയായും അതിനെ അനുമോദിക്കുമായിരുന്നു, സമ്മതിക്കുമായിരുന്നു. കാരണം ആർക്കും ഏത് ഘട്ടത്തിലും സന്യസിക്കാം, ഏത് ഘട്ടത്തിലും ആർക്കും വിവേകം ഉദിക്കാം. ഒരു തെറ്റ് ചെയ്യാൻ പുറപ്പെട്ടിട്ട് ഇത് തെറ്റാണെന്ന് ബോധിച്ച് പിന്തിരിയാം. എന്നാൽ അർജുനൻ അങ്ങനെയല്ല, വികാരവിവശനാണ്, കൃപയാവിഷ്ടനാണ്, അശ്രുപൂർണാകുലേക്ഷണനാണ്, വിഷീദൻ ആണ്.
ഇത്രയും അർജുനനെ വിശേഷിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. വിഷാദഗ്രസ്തനാണ്, കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് കണ്ണുനീര്. കൃപയാൽ ആവേശിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ വാക്യങ്ങളൊന്നും സ്വീകാര്യങ്ങളല്ല. മോഹഗ്രസ്തമായ മനസ്സിൽ നിന്ന് പുറമേക്ക് വരുന്നവയാണവ. അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്, നിനക്ക് എവിടുന്നാണ് ഈ കശ്മലത വന്നത്? ഈ വിഷമത്തിലിരിക്കുന്ന നിനക്ക് എവിടുന്ന് വന്നു കശ്മലത? നമ്മൾ ഓരോരുത്തരോടുള്ള ചോദ്യമാണിത്. അർജുനനോടുള്ള ചോദ്യമായിരുന്നെങ്കിൽ അതെന്നേ കഴിഞ്ഞുപോയി. ഇത് നമ്മൾ ഓരോരുത്തരോടുള്ള ചോദ്യമായതുകൊണ്ട് ഇന്നും എന്നും നമ്മൾ പഠിക്കുകയാണ്. പക്ഷെ ഒന്ന് പറയാം, ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല, ഇത് സ്വർഗഹേതുവല്ല, സർവോപരി ഇത് അകീർത്തികരമാണ്. അതുകൊണ്ട് ഹേ അർജുന, നപുംസകത്വത്തെ വെടിഞ്ഞ് നീ എഴുന്നേൽക്കൂ. ഹൃദയ ദൗർബല്യം ക്ഷുദ്രമാണ്, ക്ഷയിപ്പിക്കുന്നതാണ്. അതിനെ ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കൂ. നിനക്ക് ശത്രുക്കളെ തപിപ്പിക്കാനുള്ള കഴിവുണ്ട്. താൻ വളരെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ചതൊക്കെ തന്നെ ഭഗവാൻ തള്ളിക്കളഞ്ഞു, പരിഹസിച്ചുകൊണ്ട്. വളരെ മൂർച്ചയേറിയതാണ് ഭഗവാന്റെ വാക്കുകൾ. ക്ലൈബ്യം അസ്മഗമ പാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നൊക്കെ പറയുന്നത് വളരെ മൂർച്ചയുള്ള വാക്കുകളാണ്. അപ്പം തൻ്റെ നിഗമനങ്ങളെല്ലാം തെറ്റി അഥവാ ഭഗവാൻ അംഗീകരിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ സംശയാലുവായി. എന്താ ചെയ്യുക എന്നുള്ള സംശയമായി. അവിടെയും തൻ്റെ നിഗമനങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല അർജുനൻ. കാരണം ഗുരുക്കന്മാരെ കൊല്ലുന്നത് പാപകരമാണ് എന്ന് തന്നെയാണ് അപ്പോഴും അർജുനൻ്റെ ഭാവം. എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും തനിക്ക് അധികാരമില്ലാത്ത സന്യാസത്തിന് ഒരുങ്ങുകയാണ് അർജുനൻ. അർജുനന് സന്യാസത്തിന് അധികാരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്താലും അർജുനൻ സന്യസിക്കുമായിരുന്നു. യാതൊരു സംശയവും അതിലില്ല. സന്യാസത്തിന് അധികാരി ആയിട്ടില്ല. എന്നിട്ടും അർജുനൻ പറയുകയാണ്, ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഗുരുനാഥന്മാരെ കൊല്ലുന്നതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സന്യസിക്കുന്നതാണ് നല്ലത്. സന്യാസത്തിന് അധികാരി അല്ലാത്ത ആൾ സന്യസിച്ചാൽ തനിക്കും സമാജത്തിനും ഒക്കെ കുഴപ്പമാണ്. സന്യസിക്കേണ്ട ആൾ സന്യസിക്കാതിരുന്നാലും തനിക്കും സമാജത്തിനും ഒക്കെ കുഴപ്പമാണ്. ഓരോ ആശ്രമത്തിലും പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കണം. ഒടുവിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് തൻ്റെ ഇതികർത്തവ്യത മൂഢത വെളിപ്പെടുത്തി എന്താണ് ശ്രേയസ്സിലേക്കുള്ള മാർഗം എന്നറിയാൻ ഭഗവാനോട് തീർത്തും ശിഷ്യഭാവത്തിൽ അർജുനൻ പ്രാർത്ഥിക്കുകയാണ്. 2-ാം അധ്യായം 7-ാം ശ്ലോകം. അവിടുന്നാണ് ഭഗവാന്റെ ഉപദേശം ആരംഭിക്കുന്നത്. 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ. ആത്മാ ജന്മമരണരഹിതമാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല. ജന്മമരണരഹിതമാണ് ആത്മാന്ന് അറിയുന്ന ആൾ ദുഃഖിക്കുകയില്ല തുടങ്ങിയ ആത്മതത്വോപദേശമാണ് ഭഗവാൻ ആദ്യം തന്നെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് ഇറങ്ങി വന്ന്, ജനന മരണരഹിതമായി നീ ആത്മാവിനെ മനസ്സിലാക്കുന്നില്ലേ? ജനിച്ചു മരിക്കുന്നതായിട്ടാണോ മനസ്സിലാക്കുന്നത്? എങ്കിലും നിനക്ക് ദുഃഖിക്കാൻ അർഹതയില്ല എന്ന് സമർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്ന് സാമാന്യ ലൗകിക തലത്തിൽ അർജുനൻ്റെ കൂടെ ഇരുന്ന്
ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് എങ്ങനെ അർജുനന് യുദ്ധം കർത്തവ്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു. കർത്തവ്യം ചെയ്തില്ലെങ്കിൽ വളരെ മോശമാണ് എന്ന് തനി ലൗകിക ഭാഷയിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ക്രമികമായി അർജുനനെ ഉദ്ബോധിപ്പിക്കുകയാണ് കർമ്മ യോഗോപദേശത്തിലൂടെ. ചിത്തശുദ്ധിക്ക്, ഏകാഗ്രതയ്ക്ക് കാരണമായ കർമ്മയോഗോപദേശം ചെയ്തുകൊണ്ട് ക്രമേണ വേദാന്തത്തിൻ്റെ സാരഭൂതമായ ഉപദേശത്തിലേക്ക് അർജുനനെ നയിക്കുക. ചുരുക്കി പറഞ്ഞാൽ 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ സാഖ്യോപദേശം ആരംഭിച്ച് പരമമായ ആത്മജ്ഞാനോപദേശം ആരംഭിച്ച് 25-ാം ശ്ലോകത്തോടെ അല്ലെങ്കിൽ 30-ാം ശ്ലോകത്തോടെ അത് ഉപസംഹരിച്ചു. അത് കഴിഞ്ഞ് 39-ാം ശ്ലോകം മുതൽക്ക് ഇങ്ങോട്ട് കർമ്മയോഗോപദേശം ചെയ്ത് അതിലൂടെ എത്തിച്ചേരുന്ന പരമമായ ജ്ഞാനസ്ഥിതൻ്റെ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളും ഭാവങ്ങളും സാധനകളുമെല്ലാം പറഞ്ഞ് ഒരു സാമാന്യ വ്യക്തിക്ക് പരമമായ ആത്മബോധത്തിലേക്ക് ഉയരാനുള്ള ധർമാനുസൃതമായിരിക്കുന്ന കർമ്മയോഗത്തെ ഉപദേശിച്ച് മതി, അത്ര മതി, ഭഗവാൻ ഉപസംഹരിക്കുകയാണ്. ആ ഉപസംഹരിക്കുന്ന ഭാഗമാണ് 4-ാം അധ്യായത്തിൻ്റെ ആരംഭം. അപ്പം പിന്നെ എന്താ 4-ൽ ഗീത കഴിയാഞ്ഞത്? അർജുനൻ സമ്മതിക്കണ്ടേ? ഭഗവാനെ ഉപസംഹരിക്കാൻ അർജുനൻ സമ്മതിക്കില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള സംശയം ചോദിക്കുകയായി, മറുപടിയായി, വീണ്ടും സംശയമായി, വീണ്ടും മറുപടിയായി, വീണ്ടും സംശയമായി, വീണ്ടും മറുപടിയായി. വാസ്തവത്തിൽ ഭഗവത്ഗീതയുടെ എന്നല്ല, സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ മുഴുവൻ ശക്തിയും സൗന്ദര്യവും മഹിമയും ഇതാണ്. എല്ലാം ചോദ്യോത്തര രൂപത്തിലാണ്. ഒന്നുപോലും ഒരു വ്യക്തി മറ്റൊരു ഭാഗത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. ഞാൻ പറഞ്ഞുതരാം, അതാണ്ട് കേൾക്കണം, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമെന്നല്ല. എല്ലാം സംശയ നിവാരണങ്ങളാണ്, എല്ലാം ചോദ്യോത്തരങ്ങളാണ്. എവിടെ യുക്തിഭദ്രമായ സമീപനമുണ്ടോ, എവിടെ ശാസ്ത്രീയമായ സമീപനമുണ്ടോ, അവിടെ മാത്രമേ ചോദ്യോത്തരം അനുവദിക്കൂ. എവിടെ കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണോ ഉപദേശക്രമം, അവിടെ ഞാൻ പറയുന്നത് നീ സ്വീകരിക്കുക എന്നേ ഉണ്ടാവുള്ളൂ. ഇത് ദൈവദത്തമാണെന്നേ ഉണ്ടാവുള്ളൂ. അവിടെ യുക്തിപൂർവമായ ചോദ്യം അനുവദിക്കില്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിൽ സനാതന ധർമ്മശാസ്ത്രങ്ങൾക്ക് ചെയ്യാനുള്ള മഹനീയമായ ദൗത്യത്തിൻ്റെ ഒരു സൂചന. അതായത് മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. അവന് ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അവന് വിശ്വാസമുണ്ട്, അവന് സ്നേഹമുണ്ട്, വൈകാരികതയുണ്ട്, വൈചാരികതയുണ്ട്, ഒക്കെ ഉണ്ട്. അനേക ഘടകങ്ങൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. എന്തിനേയും അവൻ യുക്തിപൂർവ്വം ചോദിക്കും, യുക്തിപൂർവ്വം ചോദ്യം ചെയ്യും. അങ്ങനെ യുക്തിപൂർവ്വം ചോദ്യം ചെയ്യുമ്പോൾ അതിന് സംതൃപ്തികരമായ ഉത്തരം ലഭിക്കണം. ലഭിക്കാത്ത പക്ഷം അവൻ ആ വിശ്വാസ സംഹിതയെ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ അവൻ വിട്ടുപോകും. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് ബഹുഭൂരിഭാഗം ജനങ്ങളും ഞങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായവർക്ക് യുക്തിപൂർവമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. ഇവിടെയാണ് സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ സ്ഥാനവും പ്രസക്തിയും. മനുഷ്യനെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു, യുക്തിപൂർവ്വം ചോദ്യങ്ങളെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു പക്ഷേ ഒരു വേള താൻ ഉപദേശിച്ചതിനെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ശിഷ്യൻ സംസാരിക്കുമ്പോൾ അതിനെപ്പോലും അനുമോദിക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണം ഗീത 3-ാം അധ്യായത്തിൻ്റെ ആരംഭം നോക്കുക. ഭഗവാൻ ഉപദേശിച്ചതിനെ അല്പമൊരു വിമർശന ചുവയോടുകൂടിയാണ് അർജുനൻ സമീപിച്ചത്.
വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിമോഹയസീവമേ എന്നുള്ളത് ഒന്നാം തരം വിമർശനം തന്നെയാണ് ഗുരുനാഥനെ. അവിടെ ഭഗവാൻ എന്താ മഹാഭാവി ഞാൻ പറഞ്ഞത് നീ വിമർശിച്ചത് എന്നല്ല ചോദിച്ചത്, മറിച്ച് അനഘ എന്ന് വിളിച്ച് അനുമോദിക്കുക ചെയ്തത്. അതാണ് സനാതനധർമ്മത്തിൻ്റെ അഥവാ വൈദിക ശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം, ഏറ്റവും വലിയ സൗന്ദര്യം, സംശയമൊന്നുമില്ല. പറഞ്ഞു വന്നത്, ഭഗവാൻ ഉപസംഹരിക്കുന്നു, അർജുനൻ സമ്മതിക്കുന്നില്ല, അർജുനൻ ചോദ്യങ്ങളെ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചതിന് വിശദീകരണമായി 18 അധ്യായം വരെ എത്തിച്ചേരുന്നു. ഇതാണ് പരമാർത്ഥം. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് 4-ാം അധ്യായം പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 2-3 അധ്യായങ്ങളിൽ പറഞ്ഞ ആശയങ്ങളുടെ വിശദീകരണം 4 മുതൽ 18 വരെ പറയുന്ന ഭാഗമാണ്. 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 3-ാം അധ്യായം ഉപസംഹാരം വരെ ഏതാശയത്തെയാ? സാഖ്യത്തെയും യോഗത്തെയും. സാഖ്യം പരമമായ ആത്മജ്ഞാനം, യോഗം അതിനെ പ്രാപിക്കുന്നതിനുള്ള ഉപായം, അനുഷ്ഠാനം. ഈ രണ്ടിനെയുമാണ് ഭഗവാൻ ഉപദേശിച്ചത്. അതിനെ വിസ്തരിച്ച് അപഗ്രഥിച്ച് ഉപദേശിക്കുകയാണ് 4 മുതൽ 18 വരെ. അതിൻ്റെ സമാരംഭമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ ശങ്കരഭാഷ്യത്തോടു കൂടിയാണ് പഠിക്കുന്നത്. വിസ്തരിച്ച് ശങ്കരഭാഷ്യം അപഗ്രഥിക്കാൻ സമയം കിട്ടില്ല, വളരെ ചുരുക്കമായിട്ട് വിസ്തരിച്ച് പഠിക്കാനുള്ളൊരു പ്രേരണ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വിസ്തരിച്ച് പഠിക്കണമെങ്കിൽ ഓരോ ശ്ലോകത്തിനും നമ്മളിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാൽ എത്ര വേണമെന്ന് എല്ലാവർക്കും അറിയാം. 80-ലധികം മണിക്കൂറുകൾ വേണ്ടിവരും ശങ്കരഭാഷ്യം 4-ാം അധ്യായം പഠിക്കാൻ. എന്തായാലും 80-ലധികം മണിക്കൂർ വേണം. നമുക്ക് സാധിക്കില്ല. ഒരു 18 മണിക്കൂറൊക്കെ നമുക്കുണ്ടാവുള്ളൂ, 18 ഉണ്ടാവില്ല. അതുകൊണ്ട് ചുരുക്കമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ, കൂടുതൽ പഠിക്കാനൊരു പ്രേരണ ലഭിക്കാൻ അതിനുതകുന്ന രീതിയിൽ മാത്രം നമുക്ക് പഠിക്കാം. എന്താണ് ശങ്കരഭാഷ്യം, എന്തിനാണ് ശങ്കരഭാഷ്യം എന്ന് ചോദിച്ചാൽ, ആചാര്യ പരമ്പര അനാദ്യ അനന്തമായിട്ട് നിലനിൽക്കുകയാണ്. നൈകോ ഋഷി യസ്യ വച പ്രമാണം. ഒരൊറ്റ ഋഷിയുടെ വാക്യത്തെ മാത്രം പ്രമാണമായിട്ട് നമ്മൾ എടുക്കാറൊന്നുമില്ല. എല്ലാ ഋഷീശ്വരന്മാരെയും ആദരിക്കുന്നതാണ് നമ്മുടെ സംസ്കൃതി. എങ്കിലും നമ്മൾ ഗുരുപരമ്പര സ്മരണ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ശങ്കരാചാര്യരെ വന്ദിച്ചേ മതിയാവും. ഇന്ന് നമ്മൾ സനാതനധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മി എന്ന പേരിൽ ഇരിക്കുമ്പോൾ നിർബന്ധമായും ശങ്കരാചാര്യരെ വന്ദിച്ചേ മതിയാവും. അതിൽ സന്ദേഹമില്ല. കാരണം തീർത്തും നാശോന്മുഖമായിരുന്ന അവസ്ഥയിൽ ദാർശനികർ തമ്മിലുള്ള പരസ്പര കലഹങ്ങളാലും ശൈവ വൈഷ്ണവ ശാക്തേയാദി മതഭേദങ്ങളിലുള്ള കലഹങ്ങളാലും ഒരു ഭാഗത്ത് അമിതമായ ഹിംസാപ്രവണത യജ്ഞങ്ങളിൽ കടന്നുകൂടുക, മറ്റൊരു ഭാഗത്ത് അതിനെ നിഷേധിച്ച് ശുദ്ധീകരിക്കാൻ വന്ന വ്യവസ്ഥ വേദനിഷേധത്തെയും ശൂന്യവാദത്തെയും പ്രചരിപ്പിക്കുക. ആ പ്രചരണത്തിന് രാജാക്കന്മാരുടെ സമ്മതി കൂടി ഉണ്ടായതുകൊണ്ട് അത് അമിതമായി സമൂഹത്തിൽ പ്രസരിക്കുക. ഇതെല്ലാം ചേർന്ന് ഈ ധർമ്മവ്യവസ്ഥ തീർത്തും നാശത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം. അപ്പോഴാണ് ഭഗവാൻ ഭാഷ്യകാരൻ്റെ വരവും പ്രവൃത്തിയും. ഏതെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങളെ ആചരണങ്ങളെ ക്രമീകരിക്കാനോ ചിട്ടപ്പെടുത്താനോ അല്ല പരിശ്രമിച്ചത്. മറിച്ച് അടിസ്ഥാന ശാസ്ത്രത്തിൽ വന്ന തെറ്റിദ്ധാരണകളെ നീക്കി
എന്താണ് ധർമ്മത്തിൻ്റെ, വേദത്തിൻ്റെ പരമ താത്പര്യം എന്ന് ബോധിപ്പിക്കാനാണ് ആദ്യം പരിശ്രമിച്ചത്. ആ പരിശ്രമമാണ് നമുക്ക് ഭാഷ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. 10 ഉപനിഷത്തുക്കൾക്കും ഉപനിഷത് സാരമായ ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുക്കളുടെ വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രങ്ങൾക്കുമുള്ള ഭാഷ്യം. തുടർന്ന് ഈ ഭാഷ്യഹൃദയത്തിലേക്ക് ജനസാമാന്യത്തെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള അനേക പ്രകരണങ്ങളുടെ രചന. എത്ര പ്രകരണങ്ങൾ തിട്ടപ്പെടുത്താൻ വിഷമമാണ്, അത്രക്കേറെ പ്രകരണങ്ങൾ. സാമാന്യ കർമ്മോപാസന പദ്ധതിയിൽ ചരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭക്തിരസവും ചിത്തശുദ്ധിയും ഏകാഗ്രതയും നേടി തത്വാനുസന്ധാനത്തിന് അവന് ക്ഷമതയുള്ളതാക്കി തീർക്കുന്ന സ്തോത്ര സാഹിത്യം. ഇങ്ങനെ അതിവിപുലമായ ഭാഷ്യ, പ്രകരണ, സ്തോത്ര സാഹിത്യങ്ങളാണ് ആദ്യമായിട്ട് അവിടുന്ന് എഴുതുന്നത്. ഇതിലെല്ലാം എഴുതിയതാണെന്ന് പറയാൻ വയ്യ. ഭാഷ്യങ്ങൾ എഴുതിയതാണെന്ന് നിസ്സംശയം പറയാം. പ്രകരണങ്ങളൊക്കെ ശിഷ്യ ഉപദേശം ചെയ്യുന്നതാണ്. സ്തോത്രങ്ങൾ പലർക്കു വേണ്ടി ചൊല്ലിക്കൊടുത്തതുമാവാം. പലർക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്തതെന്ന് ശ്രദ്ധിക്കുക, തനിക്ക് വേണ്ടിയല്ല. സ്തോത്രകൃതികളുടെ പിന്നിൽ മുഴുവൻ കൃപയാണ്, കേവല ലോകകൃപ. ഏതായാലും ഭാഷ്യരചന പറയപ്പെടുന്നു 8-ാം വയസ്സിൽ തുടങ്ങിയ ഭാഷ്യരചന 16-ാം വയസ്സിൽ പൂർത്തിയാക്കി. 16 വയസ്സാകുമ്പോൾ ഭാഷ്യങ്ങൾ എഴുതി കഴിഞ്ഞ് തൂലിക താഴെ വെച്ചു. പിന്നീട് ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ദർശനഭേദങ്ങളിൽ കലഹിക്കുന്നത് നിർത്താൻ വേണ്ടി ദർശനങ്ങളിലുള്ള അവിരുദ്ധതയെ ബോധിപ്പിക്കുക ചെയ്യുന്നത്. പരമമായ സത്യം ഏകമാണ്, അദ്വിതീയമാണ് എന്നുള്ള ആ അദ്വൈതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ദാർശനികരുമായി വാദങ്ങളിൽ ഏർപ്പെട്ട് ഖണ്ഡനമണ്ഡനങ്ങളിലൂടെ അദ്വൈതത്തെ ഉറപ്പിച്ച് ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗരസ്കാന്ത ഭേദത്തിലുള്ള കലഹങ്ങൾ ആവശ്യമില്ലെന്നും കാണിച്ച് ഇതൊക്കെ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് സ്ഥാപിച്ചു. അങ്ങനെയാണ് ഷണ്മത സ്ഥാപകനാകുന്നത്. ഇതൊന്നും കലഹിക്കേണ്ടതല്ല, ഇതൊക്കെ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് സ്ഥാപിച്ച് ശിഷ്യ ഉപദേശം ചെയ്ത് ഈ ധർമ്മസംസ്ഥാപനത്തിന് താൻ പ്രചരിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ലോകത്തിൽ നിലനിൽക്കണം എന്ന സങ്കല്പത്തോടു കൂടി 4 മഠങ്ങളെ സ്ഥാപിച്ച് മഠങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ എഴുതിയുണ്ടാക്കി. അതാണ് മഠാമ്നായം, മഹാനുശാസനം. ഇങ്ങനെ 2 നിയമങ്ങൾ, മഠാമ്നായവും മഹാനുശാസനവും. ചെറുതാണ്, വളരെ ചെറുതാണ്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഇന്നും ശങ്കരമഠങ്ങൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നിലനിൽക്കില്ലായിരുന്നു, ഇതൊന്നും ശിഥിലീകരിക്കപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ സനാതനധർമ്മ സംസ്ഥാപനം ചെയ്ത ഭഗവാൻ ഭാഷ്യകാരൻ. ആ ഭാഷ്യകാരൻ നമുക്ക് തരുന്ന കണ്ണിലൂടെ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഹൃദയം മനസ്സിലാവും. അപ്പോൾ ശാസ്ത്രഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്നാന്തരം ഒരു ഉപനേത്രമാണ് ഭാഷ്യം എന്ന് നമുക്ക് പറയാം. ഒരു സംശയമില്ല. ശ്രീനാരായണ ഗുരുദേവൻ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ എന്ന് ശങ്കരാചാര്യ വാഴ്ത്തിയത് നമുക്ക് പഠിക്കാം. സരളാദ്വയ ഭാഷ്യകാരൻ, വല്ലാത്തൊരു പ്രയോഗം അത്. എന്തുകൊണ്ട് സരളം എന്ന് ചോദിച്ചാൽ ഉള്ളത് ഉള്ള പോലെ പറയുന്നുണ്ട്. ഒരു വളച്ചുകെട്ടലും അലങ്കാരങ്ങളും ഒന്നുമില്ല, ഉള്ളതുള്ള പോലെ. എന്താണോ മൂലത്തിൻ്റെ അർത്ഥം അത് തന്നെ, അത് സ്പഷ്ടമാക്കുക. പക്ഷേ ആ സരളമായ ഭാഷയിലൂടെ പറഞ്ഞതോ എല്ലാം അദ്വയമായ സത്യത്തെയാണ്.
ആ സരളാദ്വയ ഭാഷ്യകാരൻ്റെ ഭാഷ്യങ്ങളിലൂടെ ശാസ്ത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിസ്സംശയം പറയാം, ശാസ്ത്രത്തിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയ്ക്ക് ആദരപൂർവം പതുക്കെ ഈ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. കൂടുതൽ മുഖവുര പറഞ്ഞ് ദീർഘിപ്പിച്ചാൽ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കൂടുതൽ പ്രവേശിക്കുമ്പോൾ ആ മഹിമ ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ആ വിധത്തിൽ നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, 4-ാം അധ്യായം ആരംഭിക്കുകയാണ്. എത്ര പേരെടുത്ത് പുസ്തകം ഉണ്ടെന്നാവോ? യഹ അയം യോഗഃ അധ്യായദ്വയേന ഉക്തഃ ജ്ഞാനനിഷ്ഠാലക്ഷണഃ സ സന്യാസഃ കർമ്മയോഗോപായഃ യസ്മിൻ വേദാർത്ഥഃ പരിസമാപ്തഃ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച ഗീതാസു ച സർവാസു അയമേവ യോഗഃ വിവക്ഷിതഃ ഭഗവതാ അതഃ പരിസമാപ്തം വേദാർത്ഥം മന്വാനഃ തം വംശകഥനേന സ്തൗതി ശ്രീഭഗവാൻ. 4-ാം അധ്യായം ആരംഭിക്കുന്നത് ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവാൻ പറഞ്ഞു. ശ്രീ ഭഗവാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. ഇപ്പം എന്താ ഭഗവാൻ പറഞ്ഞേ? എന്തിനാ പറഞ്ഞേ? ഇത് പരിചയപ്പെടുത്തുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ. നോക്കൂ, യഹ അയം യോഗഃ അധ്യായദ്വയേന ഉക്തഃ ജ്ഞാനനിഷ്ഠാലക്ഷണഃ സ സന്യാസഃ കർമ്മയോഗോപായഃ യസ്മിൻ വേദാർത്ഥഃ പരിസമാപ്തഃ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച ഗീതാസു ച സർവാസു അയമേവ യോഗഃ വിവക്ഷിതഃ ഭഗവതാ അതഃ പരിസമാപ്തം വേദാർത്ഥം മന്വാനഃ തം വംശകഥനേന സ്തൗതി ശ്രീഭഗവാൻ. ഇപ്പോൾ പറയുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞ് 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് ഉപസംഹരിക്കുകയാണ്. തുടങ്ങുകയല്ല, നിർത്തുകയാണ്. തൻ്റെ ഉപദേശം ഉപസംഹരിക്കുകയാണ്. അതെന്താ അത്? അതെങ്ങനെ? യാതൊരു യോഗത്തെ 2, 3 എന്നീ 2 അധ്യായങ്ങളിലൂടെ പറഞ്ഞുവോ? യഹ അയം യോഗഃ അധ്യായദ്വയേന ഉക്തഃ. അധ്യായദ്വയേന ഉക്തഃ, 2 അധ്യായങ്ങളെ കൊണ്ട് പറയപ്പെട്ടത്. ഏതാ 2 അധ്യായങ്ങൾ? 2ഉം 3ഉം. കാരണം ഉപദേശം ആരംഭിക്കുന്നത് 2-ാം അധ്യായം 11-ാം ശ്ലോകത്തിലാണ്. അപ്പോൾ 2-ാം അധ്യായവും 3-ാം അധ്യായവും ഈ 2 അധ്യായങ്ങളിലൂടെ യഹ അയം യോഗഃ ഉക്തഃ, യാതൊരു യോഗം പറയപ്പെട്ടുവോ, യാതൊരു ഉപദേശം നൽകപ്പെട്ടുവോ, ജ്ഞാനനിഷ്ഠാലക്ഷണഃ സസന്യാസഃ. എന്താണ് ആ ഉപദേശത്തിൻ്റെ പരം ലക്ഷ്യമെന്നാണെങ്കിൽ അത് ജ്ഞാനനിഷ്ഠയാണ്, ജ്ഞാനത്തിൽ ഉറച്ചുള്ള അവസ്ഥിതിയാണ്. നിതരാം തിഷ്ഠതി അസ്യാം ഇതി നിഷ്ഠ. എന്തിലാണോ നമ്മൾ നല്ലപോലെ ഉറച്ചു നിൽക്കുന്നത് അതാണ് നിഷ്ഠ. ജ്ഞാനനിഷ്ഠയാണ്, ആത്മസ്വരൂപം, ആത്മബോധത്തിലുള്ള ഉറച്ചിരിപ്പ്, അതാണ് ജ്ഞാനനിഷ്ഠ. അപ്പോൾ ആത്മബോധത്തിൽ ഉറച്ചിരിക്കണമെങ്കിൽ ആത്മാവ് എന്തെന്നറിയണം. ഞാൻ കസേരയിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കസേരയാണെന്നും ഇരിക്കാൻ കൊള്ളുമെന്നും അറിയണം. അല്ലാണ്ട് എങ്ങനെ ഉറച്ചിരിക്കും? ഒരാൾ തന്നിൽ ഉറച്ചിരിക്കുന്നു പറഞ്ഞാൽ താൻ ആരെന്നറിയണം. അപ്പം താൻ ആരെന്ന അറിവോടുകൂടി തന്നിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് ജ്ഞാനനിഷ്ഠ. അവിടെ മറ്റെല്ലാം അപ്രസക്തമായിരിക്കുകയാണ്.
മറ്റെല്ലാം അപ്രസക്തമായിരിക്കുകയാണെന്ന് പറഞ്ഞ അർത്ഥം ഈ ഒരു ജ്ഞാനനിഷ്ഠയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കർമ്മങ്ങളും ഉപാസനകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അപ്രസക്തമായി കൊഴിഞ്ഞു വീണു. വഴി ലക്ഷ്യം വരെയാണ്, ലക്ഷ്യത്തിൽ വഴി അപ്രസക്തമാകും, അതിക്രമിക്കപ്പെടും എന്നും പറയാം. അപ്പോൾ ഇവിടെ ജ്ഞാനനിഷ്ഠയിൽ ജ്ഞാനനിഷ്ഠ സസന്യാസമാണ്. സസന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസേന സഹിത, സന്യാസത്തോടു കൂടിയതാണ്. സന്യാസത്തോടു കൂടിയതാണ് ജ്ഞാനനിഷ്ഠാലക്ഷണമായത്. ജ്ഞാനനിഷ്ഠ സന്യാസത്തോടു കൂടിയതാണ്. എന്താ സന്യാസം? ഏഷണകളെല്ലാം അവിടെ അപ്രസക്തമായി കൊഴിഞ്ഞു വീണിരിക്കുന്നു, അഥവാ കാമ്യകർമ്മങ്ങളെ മുഴുവൻ ത്യജിച്ചിരിക്കുന്നു. കാമ്യാനാം കർമ്മണാം ന്യാസോ സന്യാസം എന്ന് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. തേഭ്യോ വ്യുത്ഥായ പ്രവ്രജന്തി എന്ന ഉപനിഷത്ത് ഏഷണകളിൽ നിന്നുള്ള ഉയർച്ചയാണ് സന്യാസം എന്ന് വാഴ്ത്തുന്നുണ്ട്. ഏഷണ എന്ന് പറഞ്ഞാൽ ഇതെൻ്റേത് എന്ന കെട്ടുപാടാണ്. എൻ്റെ മക്കൾ പുത്രേഷണ, എൻ്റെ ലോകം, എൻ്റെ സ്ഥാനം, പദവികൾ, അത് ഇത് ലോകേഷണ, എൻ്റെ സമ്പത്ത്, ധനം, അത് ഇത് വിത്തേഷണ. ഇതിൽ ബാക്കി എല്ലാ ഏഷണകളും പെടും. എല്ലാ കെട്ടുപാടും ഈ പറഞ്ഞതിൽ പെടും. ഈ കെട്ടുപാടുകൾ അപ്രസക്തമായി കൊഴിഞ്ഞു വീഴുന്നതാണ് സന്യാസം. അതുകൊണ്ട് തന്നെ എനിക്കിത് വേണം അത് വേണം എന്ന സങ്കല്പത്തോടു കൂടിയുള്ള കർമ്മങ്ങൾ അവിടെ ഉപേക്ഷിതങ്ങളാണ്. അപ്പം സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠാലക്ഷണമാണ് ഈ 2 അധ്യായങ്ങളുടെ ലക്ഷ്യമായി ഉപദേശിച്ചത്. അതിലേക്ക് എത്തിച്ചേരാനുള്ള ഉപായമായിട്ട് കർമ്മയോഗവും പറഞ്ഞു. കർമ്മയോഗോപായ, കർമ്മയോഗമാകുന്ന ഉപായത്തോടു കൂടിയ യോഗമാണ് പറഞ്ഞത്. കർമ്മയോഗമാകുന്ന ഉപായത്തോടു കൂടിയ ജ്ഞാനനിഷ്ഠയാണ് ഭഗവാൻ 2 അധ്യായങ്ങളിൽ ഉപദേശിച്ചത്. നമ്മൾ ഒന്നിച്ചു പോണേ, മനസ്സിലാക്കണം. അവിടെ കർമ്മയോഗം എന്നുള്ളത് ജ്ഞാനനിഷ്ഠയിലേക്ക് ഉയരുന്നതിനുള്ള ഉപായമായിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. രണ്ടാം അധ്യായത്തിൽ, ഹേ അർജുന, ഞാൻ നിനക്ക് ജ്ഞാനനിഷ്ഠ പറഞ്ഞു തന്ന് കഴിഞ്ഞു, ഇനി കർമ്മയോഗം കേട്ടോളൂ എന്ന് പറയുന്നുണ്ട്. ഏഷാ തേഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ തിമാം ശൃണു എന്ന് പറയുന്നുണ്ട്. അപ്പം നിശ്ചയമായും ഉപദേശിച്ച ജ്ഞാനത്തിലേക്കുള്ള മാർഗമായിട്ടാണ് കർമ്മയോഗത്തെ ഉപദേശിക്കുന്നത്. ഇങ്ങനെ ജ്ഞാനനിഷ്ഠയാകുന്ന പരം ലക്ഷ്യവും അതിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മയോഗവും രണ്ടും ഈ 2 അധ്യായങ്ങളിലൂടെ ഉപദേശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വേദാർത്ഥഃ പരിസമാപ്തഃ, വേദാർത്ഥം മുഴുവൻ പരിസമാപിക്കപ്പെട്ടു. വേദാർത്ഥം 2 മന്ത്രങ്ങളിൽ ശുക്ലയജുർവേദീയമായ ഈശാവാസ്യോപനിഷത്ത് നമുക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. 2 മന്ത്രങ്ങളിൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥാഹ മാ ഗൃധ കസ്യ സിദ്ധനം എന്ന് നിവൃത്തിമാർഗത്തെയും കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ ഏവം ത്വയി നാന്യഥേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ എന്ന് പ്രവൃത്തിമാർഗത്തെയും 2 മന്ത്രങ്ങളെ കൊണ്ട് വേദാർത്ഥം മുഴുവൻ സംഗ്രഹിച്ചു തന്നിട്ടുണ്ട് ഈശാവാസ്യം. ഇവിടെ ഭഗവാനും 2 അധ്യായങ്ങളെ കൊണ്ട് ഈ പ്രവൃത്തി നിവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മത്തെ ഉപസംഹരിച്ചു. അതെങ്ങനെ എന്നാണെങ്കിൽ നല്ലപോലെ 2-3 അധ്യായം പഠിക്കുകയേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. 2-ാം അധ്യായം 3-ാം അധ്യായം നല്ലപോലെ പഠിക്കുക, അല്ലാതെ ഒരു വാചകത്തിൽ പറയാൻ സാധ്യമല്ല.
അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 ആണല്ലോ നിശ്ചയിച്ച്. അപ്പോൾ നമുക്കിപ്പോൾ 2, 3 ഇരുന്ന് പഠിക്കാൻ വയ്യല്ലോ. അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. പരിസമാപ്ത വേദാർത്ഥ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച. ഇപ്പോൾ വേദാർത്ഥം പ്രവൃത്തിലക്ഷണവും നിവൃത്തിലക്ഷണവുമാണ്. പ്രവൃത്തിയും നിവൃത്തിയും. പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവനവൻ്റേതായ വർണ്ണാശ്രമധർമ്മങ്ങളെ പരിപാലിച്ചുകൊണ്ട് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നിങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിൽ ചെയ്യേണ്ടത് എന്ത് എന്ന് മനസ്സിലാക്കി അവയെ കുശലതയോടുകൂടി ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി സമാർജിക്കാനുള്ള മാർഗവിധാനമാണ് പ്രവൃത്തി മാർഗം. ഏതാശ്രമത്തിനായാലും തിരക്കേടില്ല. പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന ബോധത്തോടുകൂടി ആ ധർമ്മങ്ങളെയും ധർമാനുസൃത കർമ്മങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ആത്മജ്ഞാനൈകപരായണനായി കഴിയുന്നതാണ് നിവൃത്തി മാർഗം. ഈ 2 മാർഗങ്ങൾ അനാദികാലമായി ഉണ്ട്. ഈ 2 മാർഗങ്ങളിലാണ് സനാതനധർമ്മം പിരിഞ്ഞിരിക്കുന്നത്. ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ നേരത്തെ ഗീത ആരംഭിക്കുമ്പം പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാഷ്യകാരൻ തോന്നിയോണം പറഞ്ഞതല്ല, ഇതാണ് ശാസ്ത്രത്തിൻ്റെ താത്പര്യം. ആ താത്പര്യത്തെ പ്രത്യേകം അടർത്തിയെടുത്ത് വ്യാസഭഗവാൻ ശുകബ്രഹ്മർഷിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദ്വാവിമാവധ പന്ഥാനൗ യത്ര വേദാ പ്രതിഷ്ഠിതാഃ പ്രവൃത്തിലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിതഃ എന്ന്. 2 വഴികളാട്ടുക വേദത്തിനുള്ളത്. അതിലാണ് വേദം നിലകൊള്ളുന്നത്. ഒന്ന് പ്രവൃത്തിധർമ്മം, മറ്റൊന്ന് നിവൃത്തിധർമ്മം. 2ഉം ശ്രേഷ്ഠമാണ്. പ്രവൃത്തിധർമ്മത്തിൽ ചരിക്കുന്നവർ നിവൃത്തിയാണ് ശ്രേഷ്ഠമെന്നോ നിവൃത്തിധർമ്മത്തിൽ ചരിക്കുന്നവർ പ്രവൃത്തിയാണ് ശ്രേഷ്ഠമെന്നോ കാണേണ്ടതില്ല. അവനവൻ്റെ ധർമാചരണ പദ്ധതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാം ശ്രേഷ്ഠമാണ്. ഗാർഹസ്ഥ്യവും ശ്രേഷ്ഠമാണ്, സന്യാസവും ശ്രേഷ്ഠമാണ്. ധർമ്മം പാലിക്കുന്നുണ്ടെങ്കിൽ ഒരുപോലെ ശ്രേഷ്ഠമാണ്. ഒന്ന് മീതയോ താഴെയോ അല്ല. പക്ഷേ ഒന്ന് ഓർമ്മിക്കണം, ദ്വാവിമാവധ പന്ഥാനവും എന്നാ പറഞ്ഞത്. 2 വഴികളാണുള്ളത്. പ്രവൃത്തിയും നിവൃത്തി 2 വഴികളാണ്. വഴി ലക്ഷ്യത്തിൽ അപ്രസക്തമാകും. വഴിയൊക്കെ ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ്. ലക്ഷ്യത്തിൽ പ്രവൃത്തിയില്ല, നിവൃത്തിയില്ല. അവിടെ ധർമ്മം പരിത്യക്തമാകുന്നു. ആ ഉപദേശം ഒടുവിലേ പറയുള്ളൂ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഒടുവിലേ പറയുള്ളൂ. ഗീത അതിനു മുമ്പ് ഉപദേശിക്കില്ല. അപ്പം പ്രവൃത്തിയും നിവൃത്തിയും എന്ന് 2 കൈവഴികളിലായി പിരിഞ്ഞ വേദാർത്ഥം മുഴുവൻ ഉപസംഹരിക്കപ്പെട്ടു. എന്താണ് വേദാർത്ഥം? ജ്ഞാനനിഷ്ഠാലക്ഷണ സന്യാസ കർമ്മയോഗോപായ. വ്യക്തമാണേ. ജ്ഞാനനിഷ്ഠാലക്ഷണമായിരിക്കുന്ന സന്യാസമായിരിക്കുന്ന കർമ്മയോഗ ഉപായമായിരിക്കുന്ന മാർഗത്തെ ഉപദേശിച്ചു കഴിഞ്ഞു. അപ്പോൾ വേദം മുഴുവൻ ഉപദേശിച്ചു കഴിഞ്ഞു. ഇത് വേദാർത്ഥ പരിസമാപ്ത. വേദാർത്ഥം പരിസമാപിക്കപ്പെട്ടു. ഇപ്പോൾ വേദം മുഴുവൻ പരിസമാപിക്കപ്പെട്ടോ? അതില്ല. വേദം വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. മന്ത്രാനുമന്ത്രം പഠിക്കേണ്ടതാണ്. പക്ഷെ വേദസാരം പറഞ്ഞു കഴിഞ്ഞു. സാരം പഠിച്ചുകൊണ്ട് വേദം മുഴുവൻ പഠിച്ചു എന്നാരും പറയരുതേ. എങ്കിലും വേദത്തിൻ്റെ പരം താത്പര്യം ഭഗവാൻ ഗീതോപദേശത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടു? ഗീതാസു ച സർവാസു അയമേവ യോഗ വിവക്ഷിത. ഈ യോഗമാണ് ഗീതയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഗീതോപദേശങ്ങളിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവൃത്തിയും നിവൃത്തിയും. ഗീത മുഴുവൻ 18 അധ്യായം നോക്കിക്കോളൂ. ഇത് മാത്രമേ ഉള്ളൂ ഉപദേശം, വേറെ ഒന്നുമില്ല. 3ാമതൊരാശയം പറഞ്ഞിട്ടില്ല ഭഗവാൻ. ഏത് ശ്ലോകം എടുത്താലും ഒന്നുകിൽ പ്രവൃത്തി മാർഗോപദേശമാവും, അല്ലെങ്കിൽ നിവൃത്തി മാർഗോപദേശമാവും.
ഏതാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വിട്ടു തന്നിരിക്കുക. നീ സന്യസിച്ചോന്നും പറയുന്നില്ല, നീ കല്യാണം കഴിച്ചോന്നും പറയുന്നില്ല, രണ്ടും പറയുന്നില്ല. കല്യാണം കഴിച്ചാലുള്ള ഗുണദോഷങ്ങളും പറഞ്ഞു, സന്യസിച്ചാലുള്ള ഗുണദോഷങ്ങളും പറഞ്ഞു. നീ സ്വീകരിച്ചോളൂ എന്നേ പറയുള്ളൂ. കല്യാണപ്പിനി അർജുനന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടല്ലോ. അതെ, നിവൃത്തി മാർഗത്തിലേക്ക് വരേണ്ടതാണ്. അതെ, ആയിക്കോട്ടെ, അതിലേക്ക് എത്തണം വെച്ചാൽ നോക്കൂ. അപ്പം അതല്ലേ ശ്രേഷ്ഠം എന്നാണ് ചോദിക്കുന്നത്. അത് ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റില്ല. ഒരു കുട്ടി നമ്മളോട് സമീപിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് ചേരുകയാണോ വേണ്ടത്, അല്ല 5ാം ക്ലാസ് ചേരുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചവൻ 4ാം ക്ലാസ്സുകാരനാവുമ്പോൾ നമ്മൾ 5ാം ക്ലാസ്സാണോ ശ്രേഷ്ഠം, എന്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്, അതിനേക്കാളൊക്കെ നല്ലത് 5ആണെന്ന് പറയണം. അപ്പോൾ ചോദ്യം, സ്വാമി പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെയല്ലേ ഉയർന്നത് എന്ന് ഞാൻ പറയില്ല, ഞാൻ സമ്മതിക്കില്ല. കാരണം ഈ ഉയർന്നത് താണത് എന്നത് തെറ്റായ പ്രയോഗമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തിലാണോ അധികാരം അതാണ് അയാൾക്ക് ഉയർന്നത്, അതാണ് അയാൾക്ക് അഭികാമ്യം. മറ്റേ തീർത്തും ആപേക്ഷികമാണ്. ഈ ഉയർന്നത് താണതെന്ന് പറയരുത്, അങ്ങനെ ഉണ്ടോ? ഏതാ ഉയർന്നത്? ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ ഉയർന്നത് എന്നും പറഞ്ഞ് ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ കാണാം അതിനേക്കാൾ ഉയർന്നത്. ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ വലിയൊരു ശിഖരം കണ്ടു, അതിന് മുകളിൽ ഒരുവിധം അള്ളിപ്പിടിച്ച് കയറി എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനേക്കാൾ ഉയരമുള്ള അപ്പുറത്തുണ്ട്, ഇല്ലേ? ഏതാ ഉയർന്നത്? ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും അധികാരപ്പെട്ടതാണ് അവനവൻ പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയ പ്രശ്നം കഴിഞ്ഞു. അതുകൊണ്ടാണ് കർമ്മയോഗോപായം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മയോഗമാകുന്ന ഉപായത്തോടു കൂടിയ ജ്ഞാനനിഷ്ഠാലക്ഷണമായ സന്യാസയുക്തമായ യോഗമാണ് ഉപദേശിച്ചത്. ഇത് പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളിൽ വിഭക്തമാണ്. ഇതാണ് ഗീതകളിൽ മുഴുവൻ ഉപദേശിക്കപ്പെട്ടത്. ഭഗവത വിവക്ഷിത അതഃ, അതുകൊണ്ട് പരിസമാപ്തം വേദാർത്ഥം മന്വാനഃ, വേദാർത്ഥം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ആര്? ഭഗവാൻ. എന്താ അർജുനൻ ആവശ്യപ്പെട്ടത്? യത് ശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ എന്നാണ് ആവശ്യപ്പെട്ടത്. അല്ലേ ആവശ്യപ്പെട്ടേ? അതെ, യത് ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ, ഏതാണോ എനിക്ക് ശ്രേയസ്കരമായത് അത് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. അപ്പം ശ്രേയസ് വേദോപദേശമാണ്, ശ്രേയസിൻ്റെ വഴി വേദമാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് മന്വാനഃ വിചാരിക്കുന്നവനായ ശ്രീ ഭഗവാൻ എന്താണ്? വംശകഥനേന തം സ്തൗതി, താൻ ഉപദേശിച്ച ഉപദേശത്തെ സ്തൗതി, സ്തുതിക്കുന്നു. എങ്ങനെ? വംശകഥനേന, വംശകഥനത്തോടുകൂടി. ഈ വംശകഥനം ഉപദേശങ്ങളിൽ മുഖ്യമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ മുഴുവൻ വംശകഥനം കാണാം. അതെന്തിനാ വെച്ചാൽ ആ ഉപദേശത്തിൻ്റെ പരമ്പരയെ സ്തുതിക്കുകയാണ്. ഇത്ര കേമന്മാർ പറഞ്ഞ് കേട്ട് അങ്ങനെ വന്നതായത്, അല്ലാണ്ട് നേരം പോക്കായിട്ടുള്ളതൊന്നും അല്ലത്. പ്രത്യേക ആവശ്യം വരുമ്പോൾ ഓരോരുത്തരും ഇറക്കി കൊടുക്കണമെന്നുമല്ല. അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേക ആവശ്യം വരുമ്പോൾ ഒന്നാണ്ട് ഇറക്കി കൊടുക്കുക, പിന്നെ അത് പൊല്ലാപ്പായല്ലോ എന്ന് തോന്നുക, പിന്നെ അതിനെ മറയ്ക്കാൻ വേണ്ടി വേറൊന്ന് ഇറക്കുക. അങ്ങനെയല്ല, മറിച്ച് ശ്രേഷ്ഠന്മാരായവർ ഉപദേശിക്കുക, മറ്റവർ കേൾക്കുക, യുക്തിപൂർവ്വം മനനം ചെയ്യുക, സ്വീകരിക്കേണ്ട അംശം സ്വീകരിക്കുക, തള്ളേണ്ട അംശം തള്ളുക, എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്ക് ശുദ്ധീകരിച്ചു കുറേ. വീണ്ടും അടുത്ത തലമുറ മനനം ചെയ്ത് വിചാരം ചെയ്ത് ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയോടുകൂടി പഠിച്ച് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശുദ്ധീകരിച്ച് ഇങ്ങനെ വരിക. അങ്ങനെ വംശകഥനം വളരെ പ്രധാനമാണ്. ഇത് കേമന്മാരാ പഠിച്ചതേ, ഇത് കേമന്മാരാ പഠിപ്പിച്ചതും പോരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ കേമത്താത്. ഈ വംശകഥനം രണ്ട് സന്ദർഭങ്ങളിലാണ് സാധാരണ ചെയ്യുക.
ഒന്നുകിൽ ഉപദേശത്തിൻ്റെ ആരംഭത്തിൽ ചെയ്യും, അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ഒടുവിൽ ചെയ്യും. അല്ലാണ്ട് നടുക്കാരും കയറി വംശകഥനം പറയാറില്ല. ഉണ്ടോ? ഇല്ല. ഒന്നുകിൽ ഉപദേശത്തിൻ്റെ ആരംഭത്തിൽ പറയും. ഉദാഹരണം മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ വംശകഥനം ആരംഭത്തിലാണ്. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് തന്നെ തയ്യാറായി, ഓ ഇത്ര വലിയ കേമന്മാരൊക്കെ പഠിച്ചതാ കിട്ടുമോ, എന്നാൽ പിന്നെ ഞാനും ഒന്ന് ഊർജം കൊടുത്ത് പഠിക്കണം എന്നുള്ളൊരു ബോധം വരും. ബൃഹദാരണ്യകം തുടങ്ങിയ സ്ഥലത്തൊക്കെ ഒടുവിൽ, ഉപദേശത്തിൻ്റെ ഒടുവിലാണ് വംശകഥനം. രണ്ടായാലും വിരോധമില്ല. നടുക്കാരും വംശകഥനം പറയാറില്ല. നടുക്ക് ആശയം മാത്രമേ പറയുള്ളൂ. അപ്പോൾ താൻ ഉപദേശം ഉപസംഹരിക്കാൻ വിചാരിച്ചിട്ട് വംശകഥനേന തം സ്തൗതി, ആ ഉപദേശത്തെ സ്തുതിക്കുന്നു. ആര്? ശ്രീ ഭഗവാൻ. ഇതിനാണ് ശ്രീ ഭഗവാൻ ഉവാച എന്നാണ് പറയുന്നത്. വ്യക്തമാണല്ലോ? വ്യക്തമാണോ? ഏറെക്കുറെ അത് മതി. എന്താണ് ഭഗവാൻ പറയുന്നത്? ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാന്മനവേ പ്രാഹ മനുരീക്ഷ്വാകവേ ബ്രവീത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാന്മനവേ പ്രാഹ മനുരീക്ഷ്വാകവേ ബ്രവീത്. ശ്രീ ഭഗവാൻ പറയുകയാണ്. ശ്രീ ഒരു ബഹുമാന സൂചകമായിട്ട് ശ്രീ പറയാം, ഇല്ലേ? അതാവാലോ. അതെ, ബഹുമാനം കൂടുമ്പോൾ ശ്രീ ശ്രീ പറയാം. പിന്നെയും ബഹുമാനം കൂടിയാലോ ശ്രീ 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 എന്ന് പറയാം. അങ്ങനെയൊക്കെ സമ്പ്രദായമുണ്ട് നമ്മുടെ ഇടയ്ക്ക്. ശങ്കരാചാര്യന്മാരെയൊക്കെ പറയുമ്പോൾ 3 ശ്രീയാണ് പറയുക. എല്ലാ ശങ്കരാചാര്യന്മാരെയും പറയുമ്പോൾ 3 ശ്രീയാണ് പറയുക. അങ്ങനെയാണ് എൻ്റെ ഒരു. ഭഗവാൻ ഭാഷ്യകാരനെ അല്ല കേട്ടോ, ആദ്യ ശങ്കരാചാര്യരല്ല, പിന്നീട് വന്ന ശങ്കരാചാര്യന്മാരെ മുഴുവൻ നമ്മൾ പറയുമ്പോൾ ശ്രീ 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 എന്ന് 3 പ്രാവശ്യം പറയും. അതാണ് അതിൻ്റെ ഒരു രീതി. എന്താ അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയാണ്. എനിക്കത് വയ്യ, നീ പറയണ്ട, നിർബന്ധമൊന്നുമില്ല, അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇനി ശ്രീ മായയാണെന്ന് പറയാം. ശ്രീ മായയാണ്. ശ്രീകൃഷ്ണൻ്റെ പേര് ശ്രീകൃഷ്ണനാണോ കൃഷ്ണനാണോ? കൃഷ്ണനാണ്, ശ്രീകൃഷ്ണനല്ല. കൃഷ്ണനാ പേരിട്ടെ. ആര്? ഗർഗമഹർഷി. ഗർഗമഹർഷി പേരിട്ടത് കൃഷ്ണനാ. വേണമെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് പേരിടാമായിരുന്നു, അത് വേണ്ടാന്ന് നിശ്ചയിച്ചു. കൃഷ്ണൻ മതി, കൃഷ്ണനാ നല്ല പേര്. അല്ലെങ്കിൽ വസിഷ്ഠൻ രാമെന്നാ പേരിട്ടെ, ശ്രീരാമെന്നല്ല. നമുക്കതൊരു കുറച്ചിലായതുകൊണ്ട് കിട്ടക്കട്ടെ ഒരു ആദരവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രീ കൂട്ടുകയാണ്, ശ്രീമാൻ. വാസ്തവത്തിൽ ശ്രീ മായ കൂടിയാണ് കേട്ടോ. കേവലമായിരിക്കുന്ന ഭാവത്തിൽ ശ്രീ ഇല്ല. അവതാര കൃത്യങ്ങളെ നിർവഹിക്കാൻ മായ സ്വീകരിച്ചപ്പോൾ ശ്രീ എന്ന് പറയാം. ഏതായാലും കൊള്ളാം. ശ്രീ ഏത് ശ്രീ? ശ്രീ ഭഗവാൻ. ഭഗവാനാണ്. ആരാ ഭഗവാൻ? ഭഗം ആർക്കുണ്ടോ അവനാണ് ഭഗവാൻ, അവളാണ് ഭഗവതി. ഭഗം എന്ന് പറഞ്ഞാലോ ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ ഇതീരിതാന്നും പാഠം. അപ്പോൾ സമഗ്രമായ ഐശ്വര്യം, സമഗ്രമായ ധർമ്മം, സമഗ്രമായ യശസ്, സമഗ്രമായ ശ്രീ, സമഗ്രമായ ജ്ഞാനം, സമഗ്രമായ വൈരാഗ്യം, ഈ 6 ചേർന്ന് വന്നാൽ
അതിന് പറയുന്ന പേരാണ് ഭഗം. ഇതിൽ ചിലതൊക്കെ നമുക്കൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവും ഇല്ലേ? ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉപനിഷത്തൊക്കെ വിചാരം ചെയ്യുമ്പോൾ, ഗീത വിചാരം ചെയ്യുമ്പോൾ നമുക്കൊക്കെ നല്ല ജ്ഞാനം ഉണ്ടാവും. അത് കഴിഞ്ഞ് വാതിലാണ്ട് ഇറങ്ങിയാൽ പുറത്തു പോയാലോ, എന്താടാ നീ പറഞ്ഞത്, നേരത്തെ എന്താ പറഞ്ഞത്, അതിന് ബാക്കി ഇപ്പോൾ പറഞ്ഞുതരാം ഇല്ലേ? അതാണ്. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഈ വലിയ ജ്ഞാനവിചാരമൊക്കെ ചെയ്യുമ്പോൾ വൈരാഗ്യം ഉണ്ടാവും. പക്ഷെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ സീറ്റിൽ വേറൊരാൾ ഇരിക്കണം കണ്ടാലോ, അപ്പോൾ വൈരാഗ്യം മറ്റേ വൈരാഗ്യമാവും, മലയാള വൈരാഗ്യമാവും. ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് കഷ്ണം മുറി നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ പൂർണ്ണമായി സമഗ്രമായി ആറും ചേർന്ന് വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. അതാർക്കുണ്ടോ അവനാണ് ഭഗവാൻ. വ്യക്തമാണല്ലോ. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ. ഇത് വിഷ്ണു പുരാണത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നതായി നിർവചനം കേട്ടോ. അപ്പം നമുക്ക് സംശയമായി. അപ്പം നമ്മൾ ഗുരുനാഥന്മാരെയൊക്കെ ഭഗവാൻ എന്ന് വിളിക്കാറുണ്ടല്ലോ, അവർക്ക് ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ചിലർ ഗുപ്തമായി വയ്ക്കാം, ചിലർ പ്രകടമാക്കി വയ്ക്കാം, ചിലർക്ക് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പറയാം. അപ്പം പിന്നെ എന്താ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവരെയും ഭഗവാൻ എന്ന് വിളിക്കാറുണ്ടല്ലോ നമ്മൾ. സർവജ്ഞന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെ ഭഗവാൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് വ്യാസഭഗവാൻ നമുക്കൊരു ഉപായം പറഞ്ഞു തരുന്നുണ്ട് വിഷ്ണു പുരാണത്തിൽ തന്നെ. അതെന്താണ്? ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി. അതൊരു ഉപായ. ആദ്യത്തേതാണ് ശരിയായത്. ഇത് ഉപായം. എന്താണിത്? ഉത്പത്തിയെയും പ്രളയത്തെയും, ഉത്പത്തി അറിയാലോ, പ്രളയവും അറിയാം, ആവിർഭാവത്തെയും തിരോഭാവത്തെയും അർത്ഥം. ഭൂതാനാം ആഗതിം ഗതിം വ്യത്യസ്ത ജീവജാലങ്ങളുടെ വരവിനെയും പോക്കിനെയും. മറ്റത് മൊത്തം സമഷ്ടിയുടെ ആവിർഭാവ തിരോഭാവങ്ങളാണ്. ആ സമഷ്ടിയിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ മുഴുവൻ വരവും പോക്കും. വിദ്യയെയും അവിദ്യയെയും, ഈ 6 വിഷയങ്ങളെ ആർക്കറിയാമോ അവൻ ഭഗവാന് വിളിക്കപ്പെടണമെന്നാണ്. അവനെ ഭഗവാന് വിളിച്ചോളണം. അപ്പോൾ സർവജ്ഞന് പറയുന്ന പേരാണ് ഭഗവാൻ. ഇപ്പോൾ സർവജ്ഞനായിട്ടുള്ള ഒരാളെ ഒരു സംശയമില്ലാതെ ഭഗവാനെ വിളിക്കാം. അങ്ങനെയാണ് നമ്മളൊക്കെ പരസ്പരം ഭഗവാനെ വിളിക്കും ഇല്ലേ? അത് സർവജ്ഞനല്ലല്ലോ അയാൾ. അങ്ങനെ വിളിച്ചാലെങ്കിലും ഒന്ന് സർവജ്ഞനാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഭവം ഹത്വ ഗതിം ദദാതീതി ഭഗവാൻ. ഭവത്തെ, സംസാരത്തെ ഇല്ലാതാക്കി മോക്ഷഗതിയെ നൽകുന്നവനാരും അവൻ ഭഗവാൻ. ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ശ്രീ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇമം യോഗം, ഈ യോഗത്തെ ഇവിടെ യോഗം എന്നുള്ളതിന് ഉപദേശം, ജ്ഞാനം എന്നൊക്കെ എടുത്താൽ മതി, വിരോധമില്ല. അഥവാ പ്രവൃത്തി നിവൃത്തി ലക്ഷണമായ ഈ ധർമ്മോപദേശത്തെ, ഈ സാഖ്യ യോഗത്തെ, ഈ സാഖ്യയോഗം എന്ന് പറയുമ്പോൾ ഒരു ഉപായ കിട്ടുമോ? സാഖ്യയോഗങ്ങളെന്നാണ് പറയണ്ടേ. സാഖ്യത്തെയും യോഗത്തെയും എന്നാണ് പറയേണ്ടത്. എന്നാലും സാഖ്യ യോഗ ശബ്ദം വരുമ്പോൾ രണ്ടും വന്നുല്ലോ, അതൊരു ഉപായ. അപ്പോൾ ഈ സാഖ്യയോഗത്തെ ഏതിനെ? എടോ, ഈ 2 അധ്യായങ്ങളിലൂടെ ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ അതിനെ. ഈ ഇമം യോഗം, ഈ യോഗത്തെ, ഇമം എന്നുള്ളത് അവിടെ ഇപ്പം ഞാൻ ഉപദേശിച്ചതിനെ കാണിക്കാനാണ്. ഈ യോഗത്തെ, ഇപ്പം ഞാൻ പറഞ്ഞു തന്ന യോഗത്തെ അഹം, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിവസ്വതേ പ്രോക്തവാൻ, വിവസ്വാന് ഉപദേശിച്ചിട്ടുണ്ട്. വിവസ്വാനായിക്കൊണ്ട് ഞാനിത് ഉപദേശിച്ചിട്ടുണ്ട്. വിവസ്വാനാരാ? സൂര്യൻ. സൂര്യന് പണ്ട് ഞാനിത് ഉപദേശിച്ചതാണ്, ഈ യോഗത്തെ. അത് കേട്ടിട്ടാണ് സൂര്യന് വെളിച്ചം ഉണ്ടായത് അല്ലേ? സൂര്യൻ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഉപദേശം കേട്ടിട്ട്. എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ
വിവസ്വത്തെ, വിവസ്വാനായിക്കൊണ്ട് ഞാൻ ഇത് ഉപദേശിച്ചു. ഏതിനെ? ഇമം യോഗം. ഇതെന്താപ്പത്? അവ്യയം, നാശരഹിതം, ക്ഷയരഹിതം, ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായ ഈ സനാതനമായ ഉപദേശത്തെ ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ എന്ത് ചെയ്തു? വിവസ്വാൻ മനവേ പ്രാഹ. വിവസ്വാൻ അത് മനുവിനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. മനവേ, മനുവിനായിക്കൊണ്ട്. എൻ്റെ പിടുത്തം വിട്ടല്ലോ. വിവസ്വാന് പറഞ്ഞു കൊടുത്തതോടുകൂടി എൻ്റെ പിടി വിട്ടു ഇല്ലേ? അതെ, നമ്മളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് അയാളിഷ്ടമാണ്. അയാൾക്ക് എന്ത് ചെയ്യാം? അത് പൂഴ്ത്തി വയ്ക്കാം, വേറെ ആർക്കും കൊടുക്കാതെ. എനിക്ക് കിട്ടിയതോ കിട്ടിയനി വേറെ ആരും ഇത് അറിയണ്ടെന്നും പറഞ്ഞ് പൂഴ്ത്തി വയ്ക്കാം. അല്ലെങ്കിൽ ഉത്തമാധികാരികൾക്ക് കൊടുക്കാം. ഇല്ലേ? ഇതല്ലേ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അതിൽ മാറ്റി മറിച്ച് അതിൽ കൂട്ടലും കുറച്ചും വരുത്ത് എരിവും പുളിയൊക്കെ ചേർത്ത് ഒരു പ്രചരണം ചെയ്യാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. അധികാരമൊന്നും നോക്കാണ്ട് വാരി വലിച്ചു കൊടുക്കാം. കിട്ടിയ ആളുടെ അധികാരം അത്. അപ്പോൾ കിട്ടിയ ആൾ എന്താ ചെയ്യേണ്ടത് എന്ന് പരമ്പര ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്. നമുക്കൊരറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഉത്തമാധികാരികൾക്ക് കൊടുക്കണം. എന്നാലേ കടം തീരൂ, എന്നാലേ ജ്ഞാനം പ്രചരിതമാക്കും. നമുക്ക് എന്തറിവുണ്ടോ അതൊക്കെ നമുക്ക് ലഭിച്ചതാണ് അല്ലേ? ലഭിച്ചതല്ലാത്ത അറിവ് ആരെടുത്തെങ്കിലും ഉണ്ടോ? അമ്മയിൽ നിന്ന് ലഭിച്ചത്, അച്ഛനിൽ നിന്ന് ലഭിച്ചത്, ആചാര്യന്മാരിൽ നിന്ന് ലഭിച്ചത്, ഇങ്ങനെ ലഭിച്ചതാണ് നമുക്കുള്ളത്. ലഭിച്ചത് കൊടുക്കാൻ ബാധ്യതയുണ്ട്. ലഭിച്ചിട്ടുണ്ടോ? കൊടുക്കണം, നിർബന്ധമാണ്. ലഭിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ തെറ്റാ, കടായി. ലഭിച്ചാൽ കൊടുക്കണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഈ അറിവിൻ്റെ സ്വരൂപമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ എവിടുന്ന് അറിവ് കിട്ടിയെന്ന് ചോദ്യമില്ല. ജ്ഞാനസ്വരൂപനാണ്. ഇത് വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു. മനു ഇക്ഷ്വാകവേ അബ്രവീത്. ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇക്ഷ്വാകു ഉപദേശിച്ചു വേറുള്ളവർക്ക്, വെറുതെ വെച്ചില്ല. അങ്ങനെ പരമ്പരാപ്രാപ്തമായിട്ട് ഈ അറിവ് ഇങ്ങനെ പ്രചരിച്ചു വരിക എന്നാണ്. മനു ഇക്ഷ്വാകവേ ബ്രവീത്. മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അപ്പോൾ ഇവിടെ ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. എന്താ മര്യാദ? നമുക്ക് ലഭിച്ചത് നാം കൊടുക്കണം. നമ്മൾ ഉത്തമനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗുരുനാഥൻ നമുക്ക് തന്നതെങ്കിൽ ഉത്തമനെന്ന് മനസ്സിലാക്കി അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനെ പരമ്പരാപ്രാപ്തമായാൽ മാത്രമേ ഉപദേശം നിലനിൽക്കൂ, ശാസ്ത്രം നിലനിൽക്കൂ എന്നിവിടെ കാണിക്കുന്നുണ്ട്. 2, ഇപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ചില്ലറയായിട്ടുള്ള അറിവൊന്നുമല്ല. ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അത് പിന്നെ ആർക്ക് പറഞ്ഞു കൊടുത്തു? കേമനായിട്ടുള്ള വിവസ്വാന് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ എന്ത് ചെയ്തു? വളരെ യോഗ്യനായിട്ടുള്ള മനുവിന് പറഞ്ഞു കൊടുത്തു. മനു എന്ത് ചെയ്തു? വളരെ യോഗ്യനായിട്ടുള്ള ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഉത്തമാധികാരികൾ കൈമാറി വന്ന അറിവാത്. ഇതത്ര നിസ്സാരമായിട്ടുള്ളൊന്നുമല്ല. ഏനക്കേനചിത് ഗ്രാഹ്യ വക്തവ്യാച്ച. ഇത് ആരാലെങ്കിലും ഒന്നും പറയപ്പെടേണ്ടതുമല്ല, അറിയപ്പെടേണ്ടതുമല്ല. ചില യോഗ്യതയുള്ള സമ്പന്നന്മാർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. വിവേകാദി സമ്പത്തുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് വേണം അത് കൊടുക്കുക എന്നർത്ഥം. അങ്ങനെ ഈ അറിവ് ഞാൻ വിവസ്വാന് പറഞ്ഞു, വിവസ്വാൻ അത് മനുവിന് പറഞ്ഞു, മനു അത് ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഏവം പരംപരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ
സകാലേ നേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ. ഏവം പരംപരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ. ഏവം പരംപരാ പ്രാപ്തം ഇമം രാജർഷയഃ വിദുഃ. ഏവം ഇപ്രകാരം, ഏവം ഇപ്രകാരം, പരംപരാ പ്രാപ്തം, പരമ്പരയാ പ്രാപ്തം. ഇത് പരമ്പരയാ പ്രാപ്തമാണിത്. പരൻ അപരനിലേക്ക് കൊടുക്കുക, ആ അപരൻ പിന്നെ ആരാവും? പരനാവും. അവൻ അപരനിലേക്ക് കൊടുക്കുക. അങ്ങനെ തലമുറകൾ തലമുറകളിലേക്ക് കടന്നു വന്നതാണിത്. ഇത് ഇക്ഷ്വാകു അമർത്തി വെച്ചിട്ടൊന്നുമില്ല. ഇക്ഷ്വാകു അടുത്ത തലമുറയ്ക്ക് കൊടുത്തു, അവരടുത്ത തലമുറയ്ക്ക് കൊടുത്തു. അങ്ങനെ രാജർഷയഃ വിദുഃ, രാജർഷിമാർ ഈ അറിവിനെ നേടി. വിദുഃ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. രാജർഷിമാർക്ക് ഈ അറിവുണ്ടായിരുന്നു. ഈ ബ്രഹ്മജ്ഞാനം രാജർഷിമാർക്ക് പ്രാപ്തമായിരുന്നു. രാജാക്കന്മാരും ഋഷിമാരുമായിരുന്നവരാണ് രാജർഷിമാർ. രാജാക്കന്മാരായിരുന്ന് രാജപദവിയെ ഉപേക്ഷിച്ച് ഋഷിത്വത്തെ പ്രാപിച്ചവരും രാജർഷിമാരാണ്. ഋഷിയായിരിക്കെ തന്നെ രാജാവായി ഭരിച്ചവരും രാജർഷിമാരാണ്. രാജർഷിമാർക്ക് അറിയാമായിരുന്നു ഇത്. ചോദ്യം, ബ്രഹ്മർഷിമാർക്ക് അറിയില്ലായിരുന്നോ? അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. എഴുതാപ്പുറം നമ്മൾ വായിക്കരുത്. പിന്നെ എന്തിനാ രാജർഷിമാർക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞത്? ഇതാരോടാ പറയണത്? അർജുനനോടാ. അർജുനൻ ആരാ? ക്ഷത്രിയനാ. അപ്പോൾ രാജർഷിമാർക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അർജുനനെ സംബന്ധിച്ചൊരു പ്രോത്സാഹനവും പ്രേരകവുമാണ്. അല്ലെങ്കിൽ അർജുനൻ പറയും, വേറെ പണിയില്ല കൃഷ്ണ, എനിക്ക് തിരക്കുണ്ട്, എനിക്കിതൊന്നും പഠിക്കാനുള്ള നേരമില്ല, നീ വേറെ ആര് കാണിച്ചാൽ പറഞ്ഞു കൊടുക്കുക, എനിക്കിത് പറഞ്ഞു തരണ്ട എന്ന് അർജുനന് വിചാരിക്കാം. അതുകൊണ്ടാണ് പറയണത്, എടോ നീയല്ല, നിൻ്റെ പൂർവികന്മാരായ രാജർഷിമാർക്കിത് അറിയാമായിരുന്നു. ആ അറിവ് കൊണ്ടാണ് അവർ രാജ്യഭരണം ചെയ്യാൻ പ്രാപ്തരായത്. വേദാന്തം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിൽ ഉള്ളവരാണോ ആ മേഖലയിൽ കൂടുതൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകും, ഒരു കൃഷിക്കാരൻ നല്ല കൃഷിക്കാരനാകും, ഒരു കച്ചവടക്കാരൻ നല്ല കച്ചവടക്കാരനാകും, ഒരു യോദ്ധാവ് നല്ല യോദ്ധാവാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു യോദ്ധാവ് നല്ല യോദ്ധാവും, അല്ലാണ്ട് അശോകശാസനമൊന്നും അല്ല ഇത്. അല്ലാതെ അശോകശാസനമൊന്നും അല്ലിത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് മേഖലയിലുള്ളവരാണ് ആ മേഖലയിൽ നിപുണന്മാരാവും. അതുകൊണ്ട് ഈ അറിവോട് കൂടിയാണോ രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. നീ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട, നീ ഇത് പഠിച്ചേ മതിയാവൂ എന്നർത്ഥം. രാജർഷയോ വിദുഃ. പക്ഷെ എന്താ ചെയ്യുക? സഹ ആ അറിവുണ്ടല്ലോ, മഹതാ കാലേന, വലിയ കാലം കൊണ്ട്, ദീർഘമായ കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ഉപദേശിച്ചിട്ടും പരമ്പരയാ ഉപദേശിക്കപ്പെട്ടിട്ടും രാജർഷിമാർക്കറിയാമായിരുന്നിട്ടും കാലക്രമേണ ഈ അറിവ് നഷ്ടമായിപ്പോയി. എങ്ങനെയാണ് ഈ അറിവ് നഷ്ടമാകുന്നതെന്ന് ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അവിടെ പഠിക്കാം, ഇപ്പം പറയുന്നില്ല. വളരെ ശ്രദ്ധേയമാണത്. എങ്ങനെയാണ് ഈ അറിവിൻ്റെ പരമ്പര നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അത് പിന്നീട് പഠിക്കാം. ഏതായാലും നഷ്ടപ്പെട്ടു പോയി. അത് വലിയ കഷ്ടമായി. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക? ഉപദേശിക്കാതിരിക്കുമ്പോൾ.
അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക. അഥവാ അയോഗ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താലും നഷ്ടപ്പെടും. ഇപ്പോൾ യോഗ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ അറിവ് നിലനിൽക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയായാലും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിനെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോണത് എന്നാ പറയണത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അപ്പോൾ കാലേന മഹത യോഗോ നഷ്ടാഹ, യോഗം നഷ്ടമായിരിക്കുന്നു. ഈ അറിവിൻ്റെ പരമ്പര നഷ്ടമായി. ഹേ പരന്തപ, അല്ലയോ പരന്തപ, പരമായതിനെ, അജ്ഞാനത്തെ തപിപ്പിക്കാൻ ശക്തിയോടുകൂടിയവനെ, അല്ലെങ്കിൽ പരന്മാരെ, ശത്രുക്കളെ തപിപ്പിക്കാൻ ശക്തിയോടുകൂടിയവനെ. രണ്ടായാലും പ്രേരകമായ സംബോധനയാണത്. ഹേ പരന്തപ, നിന്നെയൊന്നും ഒന്നിനും കൊള്ളിതോടോ എന്ന് പറഞ്ഞിട്ട് വല്ലതും പഠിപ്പിച്ചാൽ ശരിയാവുക? ഒരിക്കലും ശരിയാവില്ല. എപ്പോഴും ഗുരുനാഥന് സംബോധനകൾ ചെയ്യുമ്പോൾ ശിഷ്യനെ കൂടെ കൊണ്ടുപോകാനുള്ള തരം സംബോധനകൾ ചെയ്യാനുള്ള കഴിവ് വേണ്ടേ? ഇവിടെ വളരെ കഷ്ടപ്പെട്ടിട്ട് കുറേ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട്, എത്ര കഷ്ടപ്പെട്ടാൽ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചതെന്നറിയാം. എന്നിട്ടൊരു വേദിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സാണ് ഇവിടെ. കുറേ കുട്ടികളുണ്ട്. വലിയ പ്രഗത്ഭനായിട്ടുള്ള അറിയപ്പെടുന്ന ആളാണ് ഗുരുനാഥൻ. ഗുരുനാഥൻ വന്നു. തുടക്കത്തിൽ തന്നെ മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്കൊന്നും നേരെയാവില്ലത്, നിങ്ങളൊന്നും പഠിച്ചാൽ നേരെയാവില്ല, ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണം ഇരിക്കണു മുമ്പിൽ, അത് കഴിവില്ലാത്തൊരു ഉറക്കം തൂങ്ങികൾ. അടുത്ത സെഷനിൽ ആരുമില്ല. ഒരു കുട്ടികളൊക്കെ നമ്മളെടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾക്കാവില്ല സ്വാമി ഇയാളെ ക്ലാസ്സിനിരിക്കാൻ. തുടക്കത്തിൽ തന്നെ അകറ്റിക്കളഞ്ഞു. അതാണ്. നേരെ മറിച്ച് മിടുക്കന്മാരെ നിങ്ങളെ കണ്ടാൽ തന്നെ വേദം നിങ്ങൾക്ക് വേണ്ടി ഉപദേശിക്കപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നണമെന്നൊക്കെ പറഞ്ഞാൽ അവർ എന്ത് വികൃതികളാണെങ്കിലും ശ്രദ്ധിച്ചിരിക്കും, ഇല്ലേ? അതാണ്. തുടക്കത്തിൽ അകറ്റിക്കളഞ്ഞു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മക്കളോടടക്കം അച്ഛനമ്മമാർക്ക് സംസാരിക്കാനുള്ള സാധ്യതയില്ലാത്തൊരു കാലമാണിന്ന്. കാരണം അവരാദ്യമേ അങ്ങ് അകറ്റിക്കളയും. അതൊരു ശീല. ഇന്നലെ ഒരു സ്ഥലത്ത് പോയി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ. അവിടെയും അധ്യക്ഷൻ പറയണത് എന്താ വെച്ചാൽ, ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ മോശമാണ്. ഞാനപ്പോൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന ആൾക്കാരെക്കാൾ എത്രയോ മികച്ചവരാണ് ഇന്നത്തെ കുട്ടികൾ. നല്ല കഴിവുള്ളവരാണ്, എത്രയോ കഴിവുള്ളവരാണ് ഇന്നത്തെ കുട്ടികൾ. അതിനെ കണ്ടെത്താൻ കഴിയായിക നമ്മുടെ ദോഷം. ഇല്ലേ? അതെ, എന്തായാലും നമ്മളെക്കാൾ കഴിവ് നമ്മളെ കുട്ടിയൊക്കെയുണ്ട്, സംശയമൊന്നുമില്ല. അത് കണ്ടെത്തി അവരെ വേണ്ടതുപോലെ അവർക്ക് വേണ്ടതായ പ്രേരണ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ പരാജയം. ഭഗവാൻ നല്ല കഴിവുള്ള ആളാണ്. ഭഗവാൻ പരന്തപ്പ, എടാ കുട്ടപ്പ, നീ ആരാണ്? നീ പരന്മാരെ തപിപ്പിക്കാൻ ശക്തിയുള്ളതല്ലേ നിനക്ക്? അല്ലെങ്കിൽ പരമായതിനെ, അജ്ഞാനത്തെ തപിപ്പിക്കാൻ നിനക്ക് ശക്തിയില്ലേ? അപ്പം നീയൊക്കെയല്ലേ ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇല്ലേ എന്നാണ് അവിടെ ധ്വനി. എന്നിട്ടാണ് ആ അറിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരണമെന്ന് പറയണത്. നോക്കണേ, ഇവിടെയാണ് ഗുരുവിൻ്റെ മഹിമ. അപ്പോൾ പരമ്പരാപ്രാപ്തമായ ഈ അറിവ് കാലക്രമേണ നഷ്ടമായി പോയി അർജുന എന്ന് പറയുക. എങ്ങനെ നഷ്ടമായി? ഇനിയിപ്പോൾ അത് വീണ്ടെടുക്കാൻ എന്താ വേണ്ടത്? അതൊക്കെ നമുക്ക് അല്പം കഴിഞ്ഞ് ചിന്തിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.